ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ഭയങ്കര കരച്ചില. അപ്പോഴേക്കും വിജയലക്ഷ്മി മാമിൻ്റെ PA ചായയും കൊണ്ട് വരികയാണ്. എന്നാ മാഡം ചായ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗീതു കണ്ണീരൊക്കെ തുടച്ചിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞതും ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്താ മോളെ, എന്തു പറ്റി? ഇല്ല മാം, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കിഷോർ മോളുടെ ശത്രുവാണെന്നുള്ള കാര്യം ഗോവിന്ദിനറിയോ? ഇല്ല മാം, ഗോവിന്ദ് സാറിന് അതൊന്നും അറിയില്ല. അതെന്താ മോൾ അറിയിക്കാത്തത്? അതിനിപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ശത്രു കിഷോർ അല്ലല്ലോ, അവർ അരക്കൽ തറവാട്ടിൽ തന്നെയല്ലേ ഉള്ളത്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാം? ഞാൻ പറഞ്ഞ ഗോവിന്ദ് സാർ വിശ്വസിക്കുന്ന പോലുമില്ല. വിശ്വസിപ്പിക്കണം, അവന് ബോധ്യപ്പെടണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ചായ കുടിക്കുക. അപ്പോഴേക്കും ഗീതു ആലോചിച്ചുകൊണ്ട് ചോദിക്കുക, അത് എന്ത് കാര്യമാണ് മാം? ഗോവിന്ദ് സാറിനെ എങ്ങനെയാ ബോധ്യപ്പെടുത്താൻ കഴിയുന്നത് എന്നും. അത് കേട്ടതും വിജയലക്ഷ്മി ചായ കുടിച്ചുകൊണ്ട് കണ്ണും തുറപ്പിച്ച് നോക്കി ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും വിജയലക്ഷ്മിയുടെ PA അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് മാം ദേ അവർ ഓൺ ദ വേ ആണ്, ഇപ്പം എത്തും, 4 മണിക്കല്ലേ നമുക്ക് പോകേണ്ടത്. അയ്യോ അവർ വരാറായോ? വരാറായി മാം, എന്നാൽ അവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പറഞ്ഞതും PA വെളിയിലേക്ക് പോയി. ഈ സമയം നമ്മുടെ ഗീതു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. മോളെ, ഒരമ്മയുടെ കരുതലുമായിട്ട് ഞാൻ കാത്തു നിൽക്കും. മോള് ആ കുടുംബത്തിലുള്ള രാധിക എന്ന പ്രധാനപ്പെട്ട ശത്രുവിനെ പുറന്തള്ളുന്നത് വരെ. മനസ്സിലായി മാം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം, ഉള്ളു തുറന്നൊന്ന് കരയാൻ പോലും പറ്റാത്ത സങ്കടം. ആ സങ്കടം മുഴുവനും ഞാൻ തീർത്തത് ഇവിടെ വെച്ച മാമിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ വിജയലക്ഷ്മി ഗീതുവിൻ്റെ കവളത്തൊരു ഉമ്മ കൊടുത്തതും ഗീതുവിന് ഭയങ്കര സന്തോഷമായി. ഇതാദ്യമായിട്ടാണ് കവളത്ത് തന്ന ഉമ്മ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നും. അത് കേട്ടതും മോളെ, ഞാൻ നിൻ്റെ അമ്മയാണെന്ന് തന്നെ കരുതിക്കോ. മോള് എന്നും ആരുമില്ല എന്ന് പറഞ്ഞ് കരയാൻ പാടില്ല, എന്നും സന്തോഷത്തോടെ ഇരിക്കണം, കേട്ടല്ലോ? ശരി മാം. ദേ എനിക്കൊരിടം വരെ പോകാനുണ്ട്. ഞാനിവിടെ 2-3 ദിവസം ഉണ്ടാവും. മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. എന്നാൽ ഞാൻ നാളെയും വരും. മാം എപ്പോഴാണ് വരണ്ടേന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിനെന്താ, വരുന്നതിന് മുമ്പ് മോളൊന്ന് വിളിക്ക്, എന്നിട്ട് വാ. ശരി മാം, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ ശരി മോളെ. അപ്പോൾ ഗീതു പെട്ടെന്ന് തന്നെ താഴേക്ക് പോവുക. താഴേക്ക് പോയതും അവിടെ വിജയലക്ഷ്മിയുടെ PAയും ഒരു വാർഡ് പ്രസിഡൻറ്റും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് പോയിട്ട് ഞാനേ ഇറങ്ങുവാണേ, മാമിന് എവിടെയോ പോകാനുണ്ടെന്ന് തോന്നുന്നു. ശരി ഗീതു എന്നും പറയുകയാണ്. അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് പോകുന്ന പോലെ അഭിനയിക്കുക. ഈ സമയം വാർഡിലെ കൗൺസിലറിനോട് നമ്മുടെ വിജയലക്ഷ്മിയുടെ PA, അതെ ഞാൻ പോയി മാമിനെ വിളിച്ചുകൊണ്ട് വരാം. ശരി. അപ്പോൾ അവർ മുകളിലേക്ക് കയറിപ്പോയതും ഗീതു ഓടിച്ചെന്ന് കൗൺസിലറിൻ്റെ മുഖത്ത് നോക്കി, ചേച്ചിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല മുഖപരിചയം. ചേച്ചിയുടെ വീട് എവിടെയാ? ഞാൻ 30-ാം വാർഡിൻ്റെ കൗൺസിലറാണ്. 30-ാം വാർഡിൻ്റെ കൗൺസിലറോ? അതെന്താ ഇവിടെ വിജയലക്ഷ്മി മാമിനെ കാണാൻ വന്നാണോ? അതെ, മാമിനെ കാണാൻ വന്നതാ. വിജയലക്ഷ്മി മാമിനെ കുറിച്ച് അറിയോ? അവർ വലിയ പ്രശസ്തിയായ പാട്ടുകാരിയല്ലേ. ആ പാട്ടുകാരിയെക്കുറിച്ച് അറിയാത്ത ആരാ ഉള്ളേ? ആ ഒരു അവസരവും പാഴായി, ഇവർക്കും അറിയില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിക്കുക. മോളെന്താ ആലോചിക്കുന്നേ? അല്ല, 30-ാം വാർഡിനെ കുറിച്ച് മാമിനോട് എന്ത് സംസാരിക്കാനാണ് വന്നേ? മാമിൻ്റെ ഒരു പ്രോപ്പർട്ടി 30-ാം വാർഡിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വന്നതാ. ഞാൻ പാർട്ടിക്കാരൊന്നും അല്ല. പാർട്ടിയിലുണ്ടായിരുന്നത് എൻ്റെ ഭർത്താവാണ്. പിന്നെ വനിതാ വാർഡാക്കിയപ്പോൾ എന്നെ പിടിച്ചു നിർത്തി, അത്രയേ ഉള്ളൂ. ആണോ? എന്ന ചേച്ചിയുടെ നമ്പറൊന്നും എനിക്ക് തരുമോ? എന്തിനാ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ. 30-ാം വാർഡിലൊക്കെ ഞാനും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടേ. ശരി, എന്നാൽ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് അവർ നമ്പർ കൊടുക്കുക ഗീതുവിന്. ഈ സമയം നമ്പർ മേടിച്ചുകൊണ്ട് ഗീതു നേരെ അങ്ങോട്ട് പോവുക. എന്നിട്ട് ആലോചിക്കുകയാണ്, ഇവരെ കൊണ്ട് എനിക്ക് ചിലപ്പോൾ വല്ല ഉപകാരം ഉണ്ടാവും. 30-ാം വാർഡിൽ വിജയലക്ഷ്മി മാമിന് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഗീതു ഇങ്ങനെ ആലോചിക്കുന്നത്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതു അറയ്ക്കലിലെത്തി. അപ്പം നോക്കുമ്പോൾ ഗോവിന്ദ് ഭയങ്കര ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗീതു മുകളിലേക്ക് പോയി. മുകളിൽ പോയപ്പോൾ രാധികാമ്മ അവിടെ നിൽക്കുന്നുണ്ട്. ഓടിച്ചെന്ന് ഗീതു മുറിക്കുള്ളിൽ കയറിയിട്ട്, അയ്യോ എൻ്റെ കണ്ണിൽ എന്തോ പോയി കണ്ണേട്ടാ, എന്താ നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട്, എന്താ കണ്ണേട്ടാ ഇത്? ദേ ഈ പകലും നിങ്ങൾക്ക് റെസ്റ്റ് ഒന്നുമില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെയൊക്കെ ചോദിക്കുക. അത് കേട്ടതും രാധിക, ഈ പണ്ടാരങ്ങളുടെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് താഴേക്ക് പോവുക.
എന്നിട്ട് ഗീതു ആ എന്താ കണ്ണേട്ട ഇത് എൻ്റെ ചക്കരയല്ലേ പൊന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ തലേനെടുത്ത് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് കഴുതാക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് ഇതെന്താ ഉമ്മ കൊടുക്കുന്ന ശബ്ദം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി നോക്കുക. നോക്കുമ്പോഴതാ ഗീതു തലേണയിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തോണ്ടിരിക്കുക. ഡീ എന്നൊരു ഒറ്റ വിളി. തലേണ കൈ പിടിച്ചുകൊണ്ട് ഗീതു ചാടി എഴുന്നേറ്റു. എന്താ നിനക്ക് എന്താടി അസുഖം സത്യം പറയടി എന്നും ഗോവിന്ദൻ്റെ ചോദ്യം. എനിക്കൊരു അസുഖവും ഇല്ല. നിനക്ക് എന്താ അസുഖമെന്ന് എനിക്ക് മനസ്സിലായടി. നിനക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കളിക്കാൻ എൻ്റെ തലോണിയെ കിട്ടിയോളോ എന്നും പറഞ്ഞ് ഗോവിന്ദ തലേണ തട്ടിപ്പറിച്ച് മേടിച്ചു. അയ്യോ ഞാൻ ഉമ്മ വെച്ചതൊന്നും അല്ല, മുഷിഞ്ഞതാണോ നോക്കിയതാ. അയ്യടാ ആ പുതിയ മനസ്സിലിരിക്കട്ടെ, നീ ഉമ്മ വെച്ചതാണോ മുഷിഞ്ഞതാണോ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായി. ദേ നിനക്ക് എന്തെങ്കിലും ഭ്രാന്തുണ്ടെങ്കിലേ അത് എൻ്റെ അടുത്ത് വിളയില്ല. അതെ ആര് പറഞ്ഞു ഒരു പെണ്ണ് വിചാരിച്ച എന്തും നടക്കും. അത് നിങ്ങൾ മനസ്സിലിട്ടോ. നിങ്ങൾ എത്ര വലിയ ശപഥം എടുത്തിട്ടുണ്ടെങ്കിലും ആ ശപഥമൊക്കെ മാറ്റാൻ എന്നെ കൊണ്ട് കഴിയും. ആണോ എന്നാ നീ അതൊന്ന് കാണിക്ക്. അത് ഈ ജന്മത്ത് നടക്കില്ല. ദേ എന്നെ മാറ്റാമെന്ന് നീ കരുതുകയും വേണ്ട. അതിന് സമ്മതിക്കുകയില്ല. നമുക്ക് കാണാം. അതിനെ നീ എൻ്റെ മുറിയിൽ ഉണ്ടായിട്ട് വേണ്ടേ. മര്യാദയ്ക്ക് ഇറങ്ങടി. പറ്റില്ലെങ്കിൽ നിന്നെ ഞാൻ വലിച്ചിറക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ പിടിച്ച് വലിച്ച് മുറിയിൽ നിന്ന് പുറത്താക്കുക. ഗോവിന്ദേട്ടാ നീ ഗോവിന്ദേട്ടാന്നൊന്നും വിളിക്കണ്ട, ഇനി എൻ്റെ മുറി കയറിപ്പോരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ മുറിക്ക് പുറത്താക്കി ഗോവിന്ദ് വാതിലടച്ച് കുറ്റിയിട്ടു. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിലാസിനെയാണ്. വിലാസിനെ ഒരു കൂടെ ചവറൊക്കെ ആയിട്ട് വന്ന് മുറ്റത്ത് മുഴുവനും ചവറ് കൊട്ടിയിടുക. അപ്പം ഭദ്രൻ അത് കണ്ടു. എടി വിലാസിനെയും നിനക്കിതെന്താ പറ്റിയേ? ഇതെന്തിനാ ഈ ചവറ് മുഴുവനും ഇവിടെ കൊണ്ടുവന്നിടുന്നേ? എൻ്റെ ഭദ്രേട്ടാ നമ്മളെ ഓരോന്നോരോന്ന് പറഞ്ഞ് പണിയെടുപ്പിക്കുന്ന നമ്മുടെ മരുമോളുണ്ടല്ലോ, അവൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെയാ ഈ ചവറ് മുഴുവനും ഞാൻ ഇവിടെ കൊണ്ടുവന്നിടുന്നേ. എന്തിനാ വിലാസിനി ഈ ചവറ് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് അവളെ കൊണ്ട് ഞാൻ മുറ്റം അടുപ്പിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ മുറ്റം അടിച്ചാൽ സുഖപ്രസവം നടക്കുമെന്ന് പറയാമല്ലോ. ഈ ഐഡിയ കൊള്ളാമല്ലോ വിലാസിനി. ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഓർത്തില്ലായിരുന്നു. എന്തായാലും എന്നാൽ പിന്നെ ഞാനും കൂടെ നിന്നെ സഹായിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ വീണ്ടും കുറേ ചവറ് വാരി മുറ്റത്തൊക്കെ ഇട്ടു. മുറ്റത്തൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പ്രിയ മുറിയൊക്കെ അടിച്ചു വരിക. മോളെ അവിടെയല്ല, ഇങ്ങോട്ട് വാ. അപ്പോൾ പ്രിയ താഴേക്ക് ഇറങ്ങി ചെല്ലുക. എന്താ അമ്മേ? ദേ നോക്കി, ഈ മുറ്റം മുഴുവനും ചവറ. മോളെ അടിച്ചു വരേണ്ടത് മുറിയല്ല മുറ്റമാ. ഈ കുറ്റിച്ചൂല് പിടിച്ച് നല്ല കുനിഞ്ഞു നിന്ന് അടിക്കണം. അയ്യോ എനിക്ക് പറ്റില്ലമ്മേ. അതെന്താ മോക്ക് പറ്റാത്തെ? സുഖപ്രസവം നടക്കണ്ടേ? ഇനിയിപ്പോൾ സുഖപ്രസവം നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുനിഞ്ഞു നിന്നാ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഞാൻ ഛർദ്ദിക്കും. ഞാനങ്ങനെ ഛർദ്ദിച്ച അമ്മ തന്നെ കോരേണ്ടി വരും. ഞാനോ? നീ തന്നെ അങ്ങോട്ട് കോരിയ പോരെ എന്നും വിലാസിനിയുടെ ചോദ്യം. അത് കേട്ടതും അപ്പം ഞാൻ വീണ്ടും ഛർദ്ദിക്കും. അതുകൊണ്ട് വേണ്ട, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നേ? അമ്മ തന്നെ അങ്ങ് അടിച്ചു വാര്. ഞാനോ? അതെ വേണമെങ്കിൽ അച്ഛനെയും കൂട്ടുപിടിച്ചോ. ഈ ചൂലങ്ങ് പിടിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിനോദ് അങ്ങോട്ട് വരിക. എന്താ ഇവിടെ പ്രശ്നം? ദേ കണ്ടോ വിനോദേ, ഇവർ മുഴുവൻ ഇവിടെയൊക്കെ അടിച്ചു വരാൻ എന്നോട് പറയുക. എനിക്കാണെങ്കിൽ കുനിഞ്ഞു നിന്നാൽ ഛർദ്ദിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വിശ്വാസമാവുന്നില്ല. എന്തിനാമേ അവൾക്ക് പറ്റാത്ത പണിയൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കുന്നേ? എടാ മക്കളെ, അവളുടെ സുഖപ്രസവത്തിന് വേണ്ടിയാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ അവളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. അമ്മേ അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമൊന്നും അമ്മ അവളെ കൊണ്ട് ചെയ്യിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനെയും വിലാസിനെയും മാറ്റി നിർത്തിയിട്ട് വിനോദ്, അതെ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യം കൊണ്ട് എനിക്ക് കിട്ടാനുള്ളത് മുഴുവനും കിട്ടില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ പ്രിയയെ ഇവിടെ കിടത്തി കഷ്ടപ്പെടുത്തിയാലേ അത് ഗീതു വെച്ച് അറിയും. ഗീതു വെച്ച് അറിഞ്ഞാൽ അത് ഗോവിന്ദേട്ടനെ അറിയിക്കും. ഗോവിന്ദേട്ടനെ അറിഞ്ഞാൽ പിന്നെ അവളുടെ പേരിൽ എനിക്ക് കിട്ടാനുള്ളത് മുഴുവനും നഷ്ടപ്പെടുകയും ചെയ്യും. പ്രിയ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് ഗോവിന്ദേട്ടൻ അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങളങ്ങോട്ട് അത്രയ്ക്ക് കടന്ന് ചിന്തിച്ചില്ലടാ മക്കളെ. അപ്പം പിന്നെ പ്രിയ ഇനി ഒരിക്കലും രണ്ടുപേരും കഷ്ടപ്പെടുത്തരുത്. അവൾ എന്ത് പറഞ്ഞാലും നിങ്ങളത് ചെയ്തു കൊടുക്കുക വേണം. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പിന്നെ ധൈര്യമായിട്ട് ഐശ്വര്യമായിട്ട് ആ ചൂല് പിടിച്ചങ്ങോട്ട് അടിച്ചോ. ഞങ്ങളോ? അതെ ചൂല് പിടിച്ചടിച്ചോ. അപ്പോൾ പ്രിയ അങ്ങോട്ട് വരിക. എന്താ വിനോദേ പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞു പ്രിയ. ദേ അച്ഛാ, വീടിന് ചുറ്റും മരങ്ങളാ, അതുകൊണ്ടാണ് ഇത്രയും ചവറ്. സാരില്ല, അടിച്ചങ്ങോട്ട് വാര്. അതേ മോളെ, ഇവിടെയൊക്കെ കാട് പിടിച്ചു. എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കണം അല്ലേ മോളെ? അതെ അച്ഛാ, നിങ്ങൾ രണ്ടുപേരും എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, അങ്ങോട്ട് വൃത്തിയാക്കിയരെ.
ഞങ്ങളോ എന്നും ഒച്ചത്തിൽ ഒരേ സ്വരത്തിൽ ഭദ്രനും വിലാസിനിയും ചോദിക്കുക. അതെ, നിങ്ങൾ തന്നെ വൃത്തിയാക്കിയാൽ മതി. പുറത്തുനിന്ന് ആളെ വെച്ച കാശ് കൊടുക്കണ്ടേ? ഇതാവുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുമല്ലേ? അടുക്കള പണിയൊക്കെ ഞാൻ വേണമെങ്കിൽ നോക്കിക്കോളാം. ചോറും കറിയും വെക്കുന്നത് അത്ര വലിയ കഷ്ടമൊന്നും അല്ലല്ലോ. എന്തായാലും അച്ഛനും അമ്മയും മരങ്ങൾ മുഴുവനും വെട്ടി പറമ്പൊക്കെ വൃത്തിയാക്കിക്കോ. അയ്യോ മോളെ, മരങ്ങളൊന്നും വെട്ടാൻ ഞങ്ങൾക്കറിയില്ല. അച്ഛനുണ്ടല്ലോ, അച്ഛൻ പിന്നെ എന്തിനാ ഇത്രയും തടിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നേ? അച്ഛനെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ലമ്മേ. അപ്പോൾ വിനോദ് പ്രിയ പറയുന്ന അങ്ങോട്ട് കേട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക. ഈ സമയം എടി വിലാസിനി, നമ്മുടെ മോൻ തന്നെ നമുക്കിട്ട് പണി തരുവാണല്ലോടി. എന്ത് ചെയ്യാനാ, തലവിധി, അല്ലാണ്ട് ഇപ്പം എന്ത് പറയാനാ? പണമുള്ള പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു പോയില്ലേ, ഇനിയിപ്പോൾ അവൻ പറയുന്നതെല്ലാം അനുസരിച്ചല്ലേ പറ്റൂ. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. നമ്മൾ അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയാൽ ചിലപ്പോൾ ഗോവിന്ദ് അവന് കൊടുക്കുന്ന സ്വത്ത് പോലും കൊടുക്കില്ല. അതുകൊണ്ട് വേണ്ട, നമുക്കിനി അവളെ കഷ്ടപ്പെടുത്തണ്ട. അവൾ പറയുന്നതൊക്കെ അങ്ങോട്ട് അനുസരിക്കാം. സ്വത്തുക്കൾ മുഴുവനും കിട്ടുന്നത് വരെ. അതേ വിലാസിനി, അതാ അതിൻ്റെ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലാസിനിയും ഭദ്രനും മുറ്റമൊക്കെ അടിച്ച് വാരുക. ഇനിയിപ്പോൾ ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണല്ലോ എൻ്റെ ഭദ്രേട്ടാ. അപ്പം പ്രിയ നോക്കുക, ചെയ് നന്നായിട്ട് ചെയ്. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം കണ്ടു, എന്നെ മുറ്റമടിപ്പിച്ച് നടുവ് വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയാ. അച്ഛനും അമ്മയും കൂടെ അനുഭവിക്കും. എന്തായാലും ഇനിയും നിങ്ങൾക്കിട്ട് ഞാൻ പണി തരും. എനിക്കിട്ട് പണി തരാൻ നോക്കിയാൽ ഞാൻ 8ൻ്റെ പണി തരും എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം നടുവിൽ കയ്യും വെച്ചുകൊണ്ട് ഭദ്രനും വിലാസിനെയും രണ്ടുപേരും മാറി മാറി മുറ്റമടിക്കുക. പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. മറ്റൊരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഗീതുവിന് ബോറടിച്ചു. എന്ത് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോഴും ഞാൻ കിഷോറിനെ സ്നേഹിക്കുന്നുണ്ടെന്നും കരുതി നടക്കുക. ഗോവിന്ദ് സാറിൻ്റെ തെറ്റിദ്ധാരണ മാറ്റണം. കിഷോർ ഒരിക്കലും ഞാനിനി സ്നേഹിക്കില്ല എന്നും കിഷോറിനോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ ഒരു തുള്ളി പോലും ഇല്ല എന്നും ഗോവിന്ദ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതെങ്ങനെ ഞാൻ തുടങ്ങും? ഞാൻ പറഞ്ഞാൽ ഗോവിന്ദ് സാറിനത് മനസ്സിലാവുമോ? ഗോവിന്ദ് സാർ അത് വിശ്വസിക്കുമോ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഭഗവാനെ. എന്താ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയാ ഗോവിന്ദ് സാറിനെ ഞാനിത് വിശ്വസിപ്പിക്കുക? അവർണികയുടെ ഭർത്താവാണ് കിച്ചു എന്ന കിഷോറെന്ന് ഗോവിന്ദ് സാറിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിച്ചേ പറ്റൂ. എന്തായാലും ഗോവിന്ദ് സാർ അതറിയും. അതറിയുന്നതിന് മുമ്പ് ഞാൻ തന്നെ അത് പറയണം. കാരണം അധികം വൈകാതെ കിഷോറാണ് ജയിലിൽ കിടക്കുന്നതെന്നും വർണികയുടെ ഭർത്താവായ കിഷോർ ചെയ്ത ഓരോ ചതി മൂലമാണ് അവർണികയ്ക്കും രഘുറാമിനും ഇന്ന് കമ്പനി ഗോവിന്ദിന് കൈമാറേണ്ടി വന്നതെന്നും ഒക്കെ ഗോവിന്ദ് സാർ അറിയും. അതിനു മുമ്പ് തന്നെ എല്ലാ സത്യങ്ങളും ഗോവിന്ദ് സാർ അറിഞ്ഞേ പറ്റൂ. ഗോവിന്ദ് സാറിനിപ്പോൾ ഇപ്പോഴും മനസ്സിൽ എന്നോട് ദേഷ്യ. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഞാൻ കിഷോറിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള ടെൻഷനാണ്. അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കണം. ആ ഒരു ചിന്തയൊക്കെ ഗോവിന്ദ് സാറിൻ്റെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കണം എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഗീതു വെളിയിലേക്ക് പോവുക. അപ്പോൾ അവിടെ മഹേഷും ഗോവിന്ദനും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അവരുടെ സംസാരം കണ്ട് ഗീതു അങ്ങ് മാറി നിൽക്കുക, മറഞ്ഞു നിന്ന് കേൾക്കുക. അവരെന്താ പറയുന്നത്? എന്താ ഗോവിന്ദ്, നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ ഗീതുവിനെ? അത് ഈ ജന്മത്ത് മാറില്ലടാ എന്നും. അതെന്താ അങ്ങനെ? ഞാനല്ലേ കിഷോറിന് പണം നൽകിയത്. എടാ, സത്യം പറഞ്ഞാൽ നീയും ഗീതു ഒന്നിക്കാൻ വേണ്ടി കിഷോറിന് പണം നൽകി. കിഷോറിൻ്റെ കള്ളത്തരം എല്ലാം ഗീതുവിന് മുൻപിൽ തെളിയിക്കണമെന്നുള്ള എൻ്റെ അതിമോഹമായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഗീതു നിന്നെ സ്നേഹിച്ചാനെ അല്ലേ? അത് കേട്ടതും ഗീതു ഞെട്ടിപ്പോയി. എന്ത്, കിഷോറിന് പണം കൊടുത്ത് എന്നെയും ഗോവിന്ദ് സാറിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങേരാണോ നോക്കിയത് എന്നും ഗീതു ആലോചിക്കുക. എടാ, ഇപ്പോഴെങ്കിലും നമുക്ക് സമയമുണ്ട്. ഗീതുവിനോടെല്ലാം തുറന്നു പറയാം. ഇനി അതിൻ്റെ കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ആ സംഭവമൊക്കെ ഞാൻ എന്നെ വിട്ടു. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ട് നടക്കുക എന്നും ഗോവിന്ദ് പറയുക. നീയും ഗീതു ഒന്നിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനിടയിലാണ് ഈ 1 കോടി രൂപ കിഷോറിന് കൊടുത്ത് കിഷോർ ഒരു പണക്കൊതിയനാണെന്ന് ഗീതുവിനെ ബോധ്യപ്പെടുത്തിയാൽ ഗീതു ചിലപ്പോൾ നിന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതി. നിന്നെ തേടി നിൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ കരുതി. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോടാ. മറിച്ച് ഞാൻ ചെയ്തതിൽ നീയാണല്ലോടാ ഇപ്പോൾ വേദനിക്കുന്നത്. അതെ മഹേഷ്, നീ അന്ന് ചെയ്ത തെറ്റിൽ ഇപ്പോൾ ഞാനും കൂടെ കുറ്റക്കാരനായിരിക്കുക. 1 കോടി രൂപ കൊടുത്ത് അവളെ ഞാൻ കിഷോറിന് വിറ്റു എന്നാണ് അവൾ വിചാരിച്ചത്. അത് കഴിഞ്ഞ് 1 കോടി രൂപ മേടിച്ച് കിഷോറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അവളെ മേടിച്ചു എന്നും. എന്ത് ചെയ്യാനാ? എടാ, നിനക്കിതിൽ ഒരു പങ്കും ഇല്ലല്ലോ. നീ അറിയാതെയല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ
1 കോടി രൂപ നീ കിഷോറിന് കൊടുക്കാൻ പോവുകയാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ തടയുമായിരുന്നു. പക്ഷേ എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാടാ നിന്നെ തടയുന്നേ? എന്തായാലും ഇനിയിപ്പോൾ അധികം വൈകിട്ടൊന്നുമില്ല, നമുക്ക് ഈ കാര്യം ഗീതുവിനോട് തുറന്നു പറയാം. ഗീതു വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ. അത് കേട്ടതും ഗീതു ഈശ്വര, അപ്പോൾ ഒന്ന് കിഷോറിന് 1 കോടി രൂപ കൊടുത്തതിൽ ഗോവിന്ദ് സാറിന് ഒരു പങ്കുമില്ലേ ദൈവമേ? എന്നിട്ട് ഞാൻ ആ പാവത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. മഹേഷാണ് എല്ലാം ചെയ്തതെന്ന് ഗോവിന്ദ് സാർ എടുത്തു പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. ഭഗവാനെ, ഇത്രയും വലിയൊരു ക്രൂരത ഞാൻ ആ മനുഷ്യനോട് കാണിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ മഹേഷ് പറയടാ, ഞാൻ പോയി ഗീതുവിനോട് സംസാരിക്കട്ടെ? വേണ്ട മഹേഷ്, ഇനി അതിൻ്റെ ഒന്നും കാര്യമില്ല. ഇത്രയും നാളും ഒരുമിച്ചൊരു മുറിയിൽ നല്ല സുഹൃത്തുക്കളെ പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. അവൾ അത്രയ്ക്ക് സുരക്ഷിതമായിട്ടാണ് എന്നോടൊപ്പം ആ മുറിയിലുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ അവൾ എന്നോട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? ഞാൻ അവളുടെ നല്ലൊരു കൂട്ടുകാരനാണെന്ന്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു കാര്യം അവളോട് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അന്നും ഇന്നും എപ്പോഴും ഞാൻ അവളുടെ കൂട്ടുകാരനായി തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് സങ്കടപ്പെട്ട് നിൽക്കുക. അത് കണ്ട് ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് കുടുകുടാ ഒഴുകുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനിയാണ് ഗീതു തൻ്റെ യഥാർത്ഥ സ്നേഹം ഗോവിന്ദന് കൊടുക്കാൻ പോകുന്നത്. കാരണം ചെയ്യാത്ത തെറ്റിന് ഗോവിന്ദനെ കുറ്റപ്പെടുത്തിയ ഗീതുവിന് കുറ്റബോധം തോന്നി തുടങ്ങി. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.